അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നമ്മുടെ അറബ് നാടുകൾ, ഗൾഫ് രാജ്യങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള കാരണം അമേരിക്കയുടെ കൂടെ അവർ നിന്നതുകൊണ്ടാണ്. അമേരിക്കയുടെ കൂടെ നിന്നതുകൊണ്ട് അവർക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ അവർ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നേനെ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായേനെ. അപ്പോൾ അമേരിക്കയുടെ കൂടെ തങ്ങൾ നിൽക്കുന്നത്, അമേരിക്ക പറയുന്നത് എല്ലാം കേട്ട് അതെല്ലാം വകവെച്ചു കൊടുത്ത് അമേരിക്കയുടെ ദാസന്മാരെ പോലെ തങ്ങൾ നിൽക്കുന്നത് തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അമേരിക്കയുടെ കൂടെ നിന്നില്ലെങ്കിൽ തങ്ങളുടെ സുരക്ഷ അപകടത്തിലാകും എന്നുള്ള അറബ് നാടുകളുടെ ന്യായവാദങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഓരോ സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ കൂടെ നിന്നതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷിതമായി, അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, ഒരപകടവും വന്നില്ല, ഒരു സ്വൈര്യക്കേടും ഉണ്ടായില്ല. അവിടെ ഇങ്ങനെ യുദ്ധം നടക്കണു, അവിടുന്ന് വാണം വിടുന്നു, വേറെ ഒരു കൂട്ടര് പടക്കം കത്തിക്കുന്നു, മറ്റൊരു കൂട്ടര് കാത്തിരി, പൂത്തിരി, കമ്പിത്തിരി ഒക്കെ കത്തിക്കുന്നു. അറബ് നാടുകൾക്ക് ഒരു പോറലും ഏറ്റില്ല. ഏൽക്കാതിരുന്നതിന്റെ കാരണം എന്താ? അമേരിക്കയുടെ സമ്പൂർണമായ സുരക്ഷയിലും കാവലിലും സംരക്ഷണത്തിലുമാണ് അവരുള്ളത്. ഇവിടെ നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്, കുറച്ച് യാചകര് അന്നത്തെ തെണ്ടലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു കടത്തിണ്ണയിലിരുന്ന് ഈ തെണ്ടികളെല്ലാവരും കൂടി അന്ന് കിട്ടിയ നാണയത്തുട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ അതിന്റെ ആശ്വാസത്തില് ഒരു യാചകൻ മറ്റേ യാചകരോട് പറയാണ്, ഈ പണി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയാലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അറബ് രാജ്യങ്ങള് അമേരിക്കയുടെ കൂടെ കൂടിയത് കൊണ്ട് അവർക്ക് സുരക്ഷിതരാകാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം വേറെ ചില ആളുകളുടെ ഒരു എന്താണെന്നറിയോ പറച്ചില്, അതായത് സ്വന്തം നേതാക്കളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം ഭരണകർത്താക്കളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഇറാൻ പ്രത്യയശാസ്ത്രത്തിന്, അല്ലെങ്കിൽ ഇറാൻ സംവിധാനത്തിന്, ഇറാൻ ഗവൺമെന്റിന് എങ്ങനെയാണ് ആ ജനതയെ സംരക്ഷിക്കാൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത്. അത് വലിയൊരു ചോദ്യമാണ്. എന്താ കാര്യം എന്ന് വെച്ചാല്, നമ്മളുടെ ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അത്രയൊന്നും വിവേകോ പക്വതയോ ദീർഘദൃഷ്ടിയോ ഒന്നും, വലിയ താടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ആയത്തുള്ളമാർക്കോ ഹുജ്ജത്തുള്ളമാർക്കോ ഒന്നും ഒരു വിവരവും ഇല്ലാതെ. കാരണം എങ്ങനെ ജീവിക്കാം എന്ന് വേണമല്ലോ ആലോചിക്കാൻ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 3 രാഷ്ട്രത്തലവന്മാര്, എനിക്ക് തോന്നുന്നത് പുടിനും മറ്റേ കൊറിയയുടെ ഭരണാധികാരിയും ചൈനയുടെ പ്രസിഡന്റും ആണെന്ന് തോന്നുന്നു, ഒരു ഉച്ചകോടിക്ക് സംഗമിച്ചപ്പോൾ അവരേതാണ്ട് ഒരു 10-200 കൊല്ലം എങ്ങാണ്ട് ജീവിക്കുമെന്ന് അവര് തമ്മിലൊരു ചർച്ചയുണ്ടായി. ഇങ്ങനെ എത്രത്തോളം കൂടുതൽ ജീവിക്കാൻ കഴിയും, അമരത്വം നേടാൻ കഴിയും, അനശ്വരരാകാൻ കഴിയും, ചിരഞ്ജീവികളായി ഈ ലോകത്തെ എങ്ങനെ വർത്തിക്കാൻ കഴിയുമെന്ന് ലോകം ഉറക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ രക്തസാക്ഷിയാകാം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് പിടപെടോന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ നേതാക്കന്മാരോട് നമ്മുടെ കേരളത്തിലെ സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യും? ഇനി സഹതപിക്കുക മാത്രമല്ല, അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷ്യം എന്നല്ല അതിന്റെ അർത്ഥം, സത്യസാക്ഷ്യം എന്നാണ്. പരമാവധി കൂടുതൽ നാള് ജീവിച്ചിരുന്നു കൊണ്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, സത്യത്തിന് സാക്ഷ്യം വഹിക്കാം, അമരത്വം നേടാം, ആ നിലയിലെ അജണ്ടയെ ഒന്ന് പുനഃക്രമീകരിക്കുന്നതിലൂടെ മാത്രമാണ് ശരിയായ ഇസ്ലാമിക പ്രവർത്തകരാകാൻ കഴിയൂ എന്നുള്ളത് ഈ ഷിയാക്കളെ നമ്മളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കൂടെ അവര് അലിയുടെ രക്തസാക്ഷിത്വം, ഹുസൈന്റെ രക്തസാക്ഷിത്വം, ഫാത്തിമയുടെ രക്തസാക്ഷിത്വം ഒക്കെ പറയും. ഈ രക്തം കൊണ്ടുള്ള കളി അവർക്കുള്ളൂ. നമുക്ക് ഇവിടെ രക്തത്തിന്റെ കളി ഉണ്ട് കേട്ടോ. എന്താ രക്തത്തിന്റെ കളി? കൊതുകിന്റെ ചോര. ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അറിയാതെ എങ്ങാനും കൊതുകിനെ കൊന്നു, ആ കൊതുകിന്റെ ചോര കയ്യേലായി. ആ കയ്യേലായ ചോര സുജൂദിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ പുരളാൻ ഇടവന്നാൽ അവൻ മുർത്തദ്ദായി പോകും, മതപരിത്യാഗിയായി പോകും, ഇസ്ലാമിന്ന് വെളിയിൽ പോകും. അവിടെ ചോരയെ കുറിച്ചുള്ള ചർച്ചയാണ്.
അതുപോലെ നമ്മളൊരു സ്ഥലത്തോടെ നടന്നു പോകുമ്പോൾ ഇപ്പൊ ഒരു കാളേനെ അറക്കുന്നതിന്റെ അടുത്തോടെ നടന്നുപോയി, അപ്പൊ ചോര നമ്മുടെ മേത്തേക്ക് തെറിച്ചു, കാളയുടെ അല്ലെങ്കിൽ മൂരിയുടെ. അപ്പൊ ആ ചോര എത്ര കതറ്, എത്ര അളവ് നമ്മുടെ ഉടുപ്പിലായാലാണ് നമ്മുടെ ഉടുപ്പ് നജസാവുക, നിസ്കാരം ശരിയാവുന്നതിന് തടസ്സമാവുക? ഈ രീതിയിലുള്ള ചർച്ച ഇവിടെയുണ്ട്. അങ്ങനെയൊക്കെ ചർച്ച ചെയ്യാനുള്ള നേരം കൊണ്ട് സ്വന്തം ചോര തങ്ങളുടെ ആദർശത്തിന് വേണ്ടി ബലി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഈ മുല്ലമാരെയൊക്കെ കാശിന് കൊള്ളാവോ? അതുകൊണ്ട് എൻ്റെ പൊന്നു സുന്നികളെ, മുജാഹിദുകളെ, നിങ്ങൾ എങ്ങനെയെങ്കിലും കുറച്ച് വണ്ടിക്കൂലിക്ക് കാശുണ്ടാക്കി അവിടെ പോയി ആ താടിക്കാരുടെ അഖീദ ഒന്ന് ശരിയാക്കാൻ നോക്ക്. മനസ്സിലായ? അയിനല്ലാ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി എങ്ങനെയാ പറയേണ്ടത്? അള്ളാഹുവിന്റെ ദാത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, ദാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അഫ്ആല് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കും. അല്ലാണ്ട് ഈ വിവരം കെട്ടിപ്പൂട്ടി ഇവിടെ കഴിഞ്ഞുകൂടിയിട്ട് വല്ല കാര്യമുണ്ടോ ചങ്ങായിമാരെ?